പാചകം. അതായത് പണ്ടുള്ളവർ മാത്രമല്ല ഇപ്പോഴുള്ളവരും പറയും. അതായത് ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് അവൻ്റെ വയറ്റിൽ കൂടിയാണെന്ന് പറയും. അതായത് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുമ്പോഴാണ് അയാളുടെ ഹൃദയം തുറന്ന് ഭാര്യയെ സ്നേഹിക്കുന്നത് എന്ന് ഇങ്ങനൊരു ചൊല്ലുണ്ട്. എന്ത് ചൊല്ലുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ടെന്നാണ്. അതായത് നമ്മളോടൊരു കാര്യം അതങ്ങനെ ചെയ്യല് ദോഷമാണേ എന്ന് പറയുന്നത്, ദോഷം എന്നുള്ള പേര് കേൾക്കുമ്പോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതിൽ ഒരു കാര്യമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പണ്ടൊക്കെ കട്ടിലിൻ്റെയൊക്കെ അടിയിൽ സാധനങ്ങൾ ഈ കുപ്പി ഭരണിയൊക്കെ വയ്ക്കും. അപ്പം കുട്ടികൾ എന്തെടുക്കും, അതിൻ്റെ കട്ടിലിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വഴക്കുറക്കും. കാലാട്ടല്ല ദോഷമാണ്. എന്താണ് ദോഷമെന്ന് പറയുന്നത്? കാല് ചെന്ന് കട്ടിലിൻ്റെ അടിയിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ തട്ടി അത് താഴെ വീണ് പൊട്ടും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, ആ സാധനമെല്ലാം നഷ്ടമാവും. അതുകൊണ്ടാണ് കാലാട്ടരുത് എന്ന് പറയുന്നതെന്നാണ് ഇങ്ങനെ അവർ പറയപ്പെട്ടിട്ടുള്ളത്, എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓരോന്നിലും ഓരോ ഇത്. അപ്പം ഭക്ഷണം ഉണ്ടാക്കുന്നത് ചിലർ അതൊരു കലയാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ജന്മനാ ഓരോ കഴിവുകളുണ്ട്. അത് പിന്നെ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ചിലരെന്താണ് ആർജിച്ചെടുക്കും, അല്ലാതെ അതായത് പഠിച്ചെടുക്കും. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിപ്പം നൃത്തം അത് നമ്മൾ പോയി കുഞ്ഞിലെ തൊട്ട് പഠിച്ചെടുക്കുന്നത്. ചിലരെന്താ ഒന്നും പഠിച്ചില്ലെങ്കിലും അവർക്ക് തനിയോ ഓരോന്ന് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നീട് അവരത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ പാചകം എന്ന് പറയുമ്പോഴും അവർക്ക് ഒരു മനസ്സിൻ്റെ ഒരു പാകമുണ്ട്. ചിലർക്ക് എന്താണ് കൈപുണ്യം എന്നൊക്കെ പറയത്തില്ലേ, അത് ചിലർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊരു കാര്യമുണ്ട്, ഒരു 10 വയസ്സുള്ള ആളും 50 വയസ്സുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെ തന്നെയാണ്. ഒരു മരുമകളായി വന്നിരിക്കുന്ന പെൺകുട്ടിയും അവളുടെ ഭർത്താവിൻ്റെ അമ്മയുടെ പ്രായം, അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം, ഇവർ തമ്മിൽ ഉള്ള പ്രായ വ്യത്യാസം പോലെ ആയിരിക്കില്ല ഇവർ ഇത്രയും നാളും പാചകം ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ കറികൾ വയ്ക്കുമ്പോഴും അതിൻ്റെ ഒരു പാകം നമ്മുടെ മനസ്സിനും ആദ്യം പിടികിട്ടും. അത് ആ മനസ്സിൽ നിന്നുള്ളത് നമ്മുടെ കയ്യിലേക്ക് വരും. ഇത്ര മതി എന്നുള്ള ആ ഒരു കണക്കുകൂട്ടൽ, തിട്ടം എന്ന് പറഞ്ഞില്ല. അപ്പം അങ്ങനെ ആ കൈയുടെ ഇതാണ്. ചിലരൊക്കെ കണ്ടില്ല, നമ്മളിപ്പോഴത്തെ കാലത്ത് സ്പൂൺ ഉപയോഗിക്കും, പക്ഷേ കുറച്ച് പഴയ ആൾക്കാരെന്താണ് കൈ ഉപയോഗിച്ചിട്ട് ഉപ്പിടത്തുള്ളൂ. അവർക്കൊരു തിട്ടമാണ് അത്. ഇപ്പം നമ്മൾ സ്പൂണ് അളവാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ അത് അവർ ആർജിച്ചെടുത്തതാണ്, ജന്മനാ വന്ന് പിന്നീട് അവിടെ പഠിച്ച് നിത്യമുള്ള പരിശീലനത്തിലൂടെ നേടിയതാണ് ആ ഒരിത്. അത് നമുക്കും വരും, നമ്മളും ചെയ്യുന്നതിനനുസരിച്ച് വരും. ഇതിപ്പോൾ ആദ്യം അങ്ങോട്ട് പാചകം തുടങ്ങുന്ന ഒരാൾക്ക് പക്ഷേ ഈ ഒരു ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കുന്ന വായിക്കൊള്ളാൻ പറ്റത്തില്ല, എന്താണോ ഉപ്പില്ല എരിവില്ല, വെള്ളത്തിനകത്ത് പുഴുങ്ങിയത് കറിയാണോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതുണ്ടാക്കിയ വ്യക്തിക്ക് ഉണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന വേദന, അവളൊരു പക്ഷേ ഇത് നല്ലതായിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും വെക്കുന്നത്. അവളുടെ പ്രതീക്ഷ മുഴുവൻ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല അഭിപ്രായം പറയും. ഒന്നുമില്ലെങ്കിൽ തൻ്റെ ഭർത്താവെങ്കിലും എന്തെങ്കിലും നല്ലൊരു അഭിപ്രായം പറയുമെന്ന് വിചാരിക്കും ഇല്ലേ? പക്ഷേ കൊള്ളില്ല എന്നൊക്കെ എല്ലാവരും കൂടെ പറയുമ്പോൾ അതോടുകൂടി ആ മനസ്സാകൽ, അപ്പം ഞാൻ വെക്കുന്നതും കൊള്ളില്ല അല്ലേ, മനസ്സിലായോ? ഈ ഒരു ചിന്താഗതിയിലേക്ക് വരും. അപ്പം മനസ്സിൽ ഓരോരോ ചിന്തകൾ വരാൻ തുടങ്ങും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതെ, കറി കുഴപ്പമില്ല, പക്ഷേ എന്തൊക്കെയോ കുറവുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് വേണം, അല്ലെങ്കിൽ ഇന്നതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ആ സാരമില്ല, അപ്പോൾ ഇതൊക്കെ ശരിയായി വരും. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോഴെന്താണ്
ഓ അപ്പോൾ എന്തൊക്കെ ശരിയായിട്ടുണ്ട് ഇച്ചിരി അപ്പോൾ എന്താ ആ മനസ്സിന് കോൺഫിഡൻസ് വരികയാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ അങ്ങനെ ഇവർ പറഞ്ഞ പോലെയൊക്കെ ഇച്ചിരി വ്യത്യാസം വരുത്തി എൻ്റെ കറി നന്നായിരിക്കും. ആ മനസ്സിനപ്പോൾ എന്താണ്, അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആഗ്രഹം വരും. അപ്പോൾ ആ ആഗ്രഹം, ആ ഉണ്ടാക്കുന്ന സന്തോഷം, അതെല്ലാം ചേർന്ന് വരുമ്പോൾ പിന്നീട് എന്താണ്, ഓരോ പ്രാവശ്യം അവൾ ഉണ്ടാക്കുന്ന കറികൾക്ക് ടേസ്റ്റ് കൂടി വരും. പിന്നൊരു കാര്യമുണ്ട്, ഏതൊരു വ്യക്തി എന്തുണ്ടാക്കി തന്നാലും മനസ്സിൽ സന്തോഷത്തോടു കൂടി അത് കഴിക്കണം, താല്പര്യത്തോടു കൂടി കഴിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എത്ര നല്ലതായിട്ട് വെച്ചാലും ആ കഴിക്കുന്ന ആളുടെ മനസ്സിൽ താല്പര്യമില്ലാതാണെങ്കിൽ ആ കറിക്ക് ഒരു ടേസ്റ്റും തോന്നത്തില്ല. അതാണ് മനസ്സിൻ്റെ കളി.